BC 44 മാർച്ച് 15. റോമൻ കലണ്ടർ പ്രകാരം മാർച്ച് 15-ൻ്റെ പ്രത്യേകതകൾ പലതാണ്. റോമ സാമ്രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ പ്രാധാന്യത്തിനപ്പുറം കടങ്ങളൊക്കെയും വീട്ടി തീർക്കേണ്ട ഒരു ദിവസം കൂടിയാണത്. ഗൂഢാലോചനാ സംഘം കാത്തിരുന്ന ദിവസം. സംഘത്തിലെ പ്രധാനികൾ കാഷ്യസും ബ്രൂട്ടസും. ഈ ദിവസം റോമൻ സെനറ്റ് യോഗം ചേരുന്നത് ഒരു സാധാരണ സംഭവമാണ്. സെനറ്റർമാർ ഓരോരുത്തരായി സെനറ്റ് ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സെനറ്റ് യോഗം കഴിയുമ്പോൾ ജൂലിയസ് സീസർ ഈ ഭൂമിക്ക് മുകളിൽ ജീവനോടെ ഉണ്ടാവരുത്. ഡെസിമസ് ബ്രൂട്ടസും കാഷ്യസും നേതൃത്വം നൽകുന്ന ഗൂഢാലോചന സംഘം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഗൂഢാലോചനാ സംഘം സർവസജ്ജരായി ജനറൽ ജൂലിയസ് സീസറിന്റെ വരവിനായി തിയേറ്റർ ഓഫ് പോംപിയിൽ കാത്തിരുന്നു. അവിടെയാണ് ഇന്നത്തെ സെനറ്റ് യോഗം. ഗൂഢാലോചനാ സംഘത്തിന്റെ വസ്ത്രത്തിനുള്ളിൽ സീസറിനെ കാത്ത് മൂർച്ചയേറിയ കഠാരകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സീസർ ഇതുവരെയും എത്തിയിട്ടില്ല. ഗൂഢാലോചന വിവരമെങ്ങാനും ചോർന്നുവോ? അദ്ദേഹം ഇനി വരാതിരുന്നാലോ? ബ്രൂട്ടസ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ബ്രൂട്ടസിന്റെ ആശങ്ക ശരിയായി. സീസർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന സന്ദേശമെത്തി. സന്ദേശവാഹകൻ മാർക്ക് ആന്റണി ആയിരുന്നു. ഇന്നത്തെ പദ്ധതി പാളിയാൽ ഗൂഢാലോചനാ സംഘത്തിൽ ഓരോരുത്തരുടെയും തലകൾ ഇവിടെ ഉരുളുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. സീസറിനെ എങ്ങനെയും അവിടെ എത്തിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിൻ്റെ ആത്മമിത്രം ഡെസിമസ് ബ്രൂട്ടസ് ഏറ്റെടുത്തു. സീസറിന്റെ വസതിയിലെത്തുന്ന ഡെസിമസ് ബ്രൂട്ടസ് അദ്ദേഹം സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം സീസറിന്റെ പ്രിയ പത്നി കാൽപേർണിയ കണ്ട ഒരു ദുസ്വപ്നമാണെന്ന് ഗ്രഹിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവുണ്ടാക്കും വിധം സംസാരിച്ച് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. എന്താണിത്? റോമ സാമ്രാജ്യത്തെ ധീരയോദ്ധാവായ അങ്ങ് ഭാര്യയുടെ വാക്കിന് വഴങ്ങി സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ? തൻ്റെ ആത്മമിത്രത്തിന്റെ പരിഹാസവാചകത്തിൽ വീണുപോയ സീസർ പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ കാൽപേർണിയ തടസ്സം പറഞ്ഞെങ്കിലും അവളുടെ വാക്കുകൾക്ക് സീസറിനെ പിന്തിരിപ്പിക്കാനായില്ല. സീസർ ഡെസിമസിനൊപ്പം യോഗം നടക്കുന്ന മന്ദിരത്തിലേക്ക് വരുന്നത് കണ്ട മാർക്ക് ആന്റണി അമ്പരപ്പെട്ടു. അവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ആന്റണി സെനറ്റ് മന്ദിരത്തിലേക്ക് സീസറിനൊപ്പം കടക്കാൻ ശ്രമിച്ചെങ്കിലും ഡെസിമസ് ആന്റണിയെ തടഞ്ഞു നിർത്തി. ഇതിനോടകം സീസർ യോഗം നടക്കുന്ന മന്ദിരത്തിലെത്തി. സീസറിനെ വധിക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച 60 സെനറ്റർമാർ അവിടെയുണ്ട്. സീസർ ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ചുറ്റുപാടും നോക്കി. പെട്ടെന്ന് മെറ്റ്ലസ് സിംബർ സീസറിന്റെ അടുത്ത് വന്നു. തല കുമ്പിട്ട് നിന്ന് നാട് കടത്തപ്പെട്ട തന്റെ സഹോദരൻ പുബ്ലിയസ് സിംബറിനെ തിരികെ എത്തിക്കാൻ അനുവദിക്കണമെന്ന് യാചിച്ചു. സീസർ അത് നിരസിച്ചു. പെട്ടെന്ന് മറ്റ് സെനറ്റർമാരും ഓരോരോ പരാതികളുമായി സീസറിന് ചുറ്റും കൂടി. അത് സീസറിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം അപകടം മണത്തു. വളരെ പെട്ടെന്ന് മെറ്റ്ലസ് സിംബർ സീസറിന്റെ തോളിൽ വരിഞ്ഞു മുറുക്കി പിടിച്ചു. അമ്പരന്ന് പോയ സീസർ എന്താണിതെന്ന് മെറ്റ്ലസ് സിംബറിനോട് അലറി ചോദിച്ചു. തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ശത്രു സൈന്യത്തെ നെഞ്ചുവിരിച്ചു നേരിടുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം സുഹൃത്ത് വലയത്തിന്റെ ചതി തിരിച്ചറിഞ്ഞപ്പോൾ ഇടറിയിരുന്നു. ഗൂഢാലോചനക്കാരിൽ ഒരുവനായ പുബ്ലിയസ് സെർവീലിയസ് കാസ്ക മൂർച്ചയേറിയ കഠാര സീസറിന്റെ കഴുത്തിൽ കുത്തിയിറക്കി. ഗൂഢാലോചന ഗണത്തിൽപ്പെട്ട മറ്റു സെനറ്റർമാർ സീസറിനെ മാറി മാറി കുത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിരായുധനായിരുന്ന സീസറിന് പ്രതിരോധിച്ചു നിൽക്കാനായില്ല. എത്രയോ യുദ്ധങ്ങൾ റോമിനെ നയിച്ച ധീരനായ ആ വീരയോദ്ധാവ് രക്തം വാർന്നൊഴുകി വേച്ച് മുന്നോട്ട് നീങ്ങി. തൻ്റെ ആത്മമിത്രമായ ബ്രൂട്ടസിനടുത്തെത്തി അവൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വീഴാതെ നിന്നു. എന്നാൽ ബ്രൂട്ടസ് തൻ്റെ അരയിൽ കരുതിയിരുന്ന കഠാരയെടുത്ത് സീസറിന്റെ ശരീരത്തിൽ ആഴത്തിൽ കുത്തിയിറക്കി. വിശ്വസിക്കാനാവാതെ ഒരു തേങ്ങലോടെ ജൂലിയസ് സീസർ ബ്രൂട്ടസിനെ നോക്കി പിറുപിറുത്തു. യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസെ നീയും. അതായിരുന്നു ശത്രുപാളയങ്ങളെ കിടുകിട വിറപ്പിച്ച അതിശക്തനായ ആ പോരാളിയുടെ അവസാന വാക്കുകൾ.
ജനങ്ങളുടെ ആരാധനാപാത്രമായ ജൂലിയസ് സീസറിന്റെ കൊലപാതകം റോമൻ ജനതയെ തങ്ങൾക്കെതിരാക്കുമെന്ന് മനസ്സിലാക്കിയ ഗൂഢാലോചന സംഘം സീസർ അധികാരമോഹിയായിരുന്നുവെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബ്രൂട്ടസിനെ ചുമതലപ്പെടുത്തി. ബ്രൂട്ടസ് റോമാക്കാരെ തൻ്റെ വാക്കുകളിലൂടെ സീസർ ഒരു അധികാരമോഹിയായിരുന്നുവെന്നും സീസറിനോട് വിരോധം തോന്നിയിട്ടല്ല, നേരെമറിച്ച് റോമ സാമ്രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതായാലുള്ള ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കിയുമാണ് സീസറിനെ കൊല്ലേണ്ടി വന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ജനാധിപത്യത്തിൻ്റെ കാവലാളായ ബ്രൂട്ടസിന് ജനങ്ങൾ ജയ് വിളിച്ചു. ഇതെല്ലാം കണ്ട് ഹൃദയം തകർന്നു നിന്ന സീസറിൻ്റെ ഉറ്റ സുഹൃത്തായ മാർക്ക് ആന്റണി സീസറിൻ്റെ അന്ത്യകർമ്മത്തിൽ ജനങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ ബ്രൂട്ടസിനോട് അനുവാദം ചോദിച്ചു. ജനങ്ങളെല്ലാം തൻ്റെ വശത്തായി എന്ന് മനസ്സിലാക്കിയ ബ്രൂട്ടസ് മാർക്ക് ആന്റണിയെ സംസാരിക്കുവാൻ അനുവദിച്ചു. മാർക്ക് ആന്റണി റോമൻ ജനതയെ അഭിസംബോധന ചെയ്ത് തൻ്റെ വിശ്വപ്രസിദ്ധമായ ആ പ്രസംഗം ആരംഭിച്ചു. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്.